ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയാൻ പോണത് ധ്രുവൻ്റെ രാജ്യഭാരത്തെ പറ്റിയിട്ടാണ് പറയണത്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തി ഭഗവാൻ അനുഗ്രഹിച്ച ധ്രുവനെ ഉത്താനപാത മഹാരാജാവ് രാജാവാക്കിയിട്ട് വാഴിച്ചു. അതിനുശേഷം അദ്ദേഹം തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ധ്രുവൻ വലുതായപ്പോൾ ശിശുമാല പ്രജാപതിയുടെ മകളായിട്ടുള്ള ഭ്രമിയെ വിവാഹം കഴിച്ചു. ഭ്രമിയിൽ അദ്ദേഹത്തിന് കൽപ്പൻ എന്നും വത്സരൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പുത്രന്മാരുണ്ടായി. ധ്രുവൻ വായുവിൻ്റെ പുത്രിയായ ഇളയെയും വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇളയിൽ ധ്രുവന് ഉൽക്കലൻ എന്ന പുത്രനും പരമസുന്ദരിയായിട്ടുള്ള ഒരു കന്യകയും ജനിച്ചു. ധ്രുവൻ്റെ ചേട്ടനായിട്ടുള്ള ഉത്തമൻ, അതായത് സുരുചിയുടെ മകൻ, വിവാഹം കഴിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോയി. വനത്തിൽ വെച്ചിട്ട് ഒരു യക്ഷൻ ഉത്തമനെ വധിച്ചു. ഉത്തമനെ കാണാത്തത് കൊണ്ട് സുരുചി ഭയപ്പെട്ടും കൊണ്ട് ഉത്തമനെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടുതീയിൽ അകപ്പെട്ടും കൊണ്ട് സുരുചിയും മരിച്ചു. അപ്പോൾ തൻ്റെ അനുജനെ ഒരു യക്ഷൻ വധിച്ചു എന്നറിഞ്ഞത് കേട്ടിട്ട് ധ്രുവൻ തൻ്റെ ജൈത്രം എന്ന പേരിലുള്ള തേരിൽ കയറിയിട്ട് യക്ഷന്മാരുടെ രാജ്യമാകുന്ന കൊട്ടാരമാകുന്ന അളകാപുരിയിലേക്ക് ചെന്നു എന്നാണ് പറഞ്ഞത്. കുബേരനാണ് യക്ഷന്മാരുടെ രാജാവ്. കൈലാസപർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് അളകാപുരി. അപ്പോൾ അളകാപുരിയുടെ ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് യുദ്ധസന്നാഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ധ്രുവൻ ശംഖൊക്കെ നീട്ടിയാണ്ട് വിളിച്ചു. ആ ശംഖനാദം കേട്ടപ്പോൾ സ്ത്രീകളൊക്കെ പേടിച്ചു. ഇത് കേട്ടപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് യക്ഷന്മാരെല്ലാം പുറത്തേക്ക് വന്നു, ആയുധധാരികളായിട്ട് പുറത്തേക്ക് വന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, യുദ്ധം ചെയ്യാൻ വിളിച്ച ശംഖ് മുഴക്കിയിട്ടാണ് വിളിക്കുക. അങ്ങനെ 13,000 യക്ഷന്മാർ യുദ്ധത്തിനായിട്ട് വന്നു. ധ്രുവൻ അവരെയൊക്കെ വധിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ധ്രുവൻ ഒറ്റയ്ക്കാണ് അവിടെ നിന്ന് യുദ്ധം ചെയ്യുന്നത്. മനസ്സുകൊണ്ട് യക്ഷന്മാർ ധ്രുവനെ അഭിനന്ദിച്ചു. അതിനുശേഷം യക്ഷന്മാരെല്ലാവരും ഒരുമിച്ച് ധ്രുവൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് ശരങ്ങളെ കൊണ്ട് ധ്രുവനെ മൂടി. കാരണം ധ്രുവൻ ഇങ്ങോട്ട് ചെയ്തതിന് ഇരട്ടി അങ്ങോട്ട് കൊടുക്കണം എന്നത്രേ യക്ഷന്മാർ വിചാരിച്ചത്. അവർ വാള്, കുന്തം, ശൂലം, വെൺമഴു, വേല എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളും ശരങ്ങളൊക്കെ കൂടിയിട്ട് ധ്രുവൻ്റെ മുകളിലേക്ക് വർഷിച്ചു. അപ്പോൾ അവരെല്ലാം കൂടി, അവരുടെ ആയുധങ്ങളെല്ലാം കൂടി വന്നപ്പോൾ ധ്രുവൻ മറയപ്പെട്ടു എന്നാണ് പറഞ്ഞത്. തേരും എല്ലാം കൂടിയിട്ട് ധ്രുവനെ അങ്ങോട്ട് മറച്ചു വെച്ചു എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ ആകാശത്തിൽ ഉണ്ടായിരുന്ന ദേവന്മാർ, സിദ്ധന്മാരൊക്കെ അവർ സങ്കടപ്പെട്ടു. ഈ മനുവിൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭു മനുവിൻ്റെ പുത്രനാണ്, പൗത്രനാണ്, ഇങ്ങനൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചും കൊണ്ടൊരു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആയുധങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് ധ്രുവൻ തൻ്റെ തേരോട് കൂടിയിട്ട് പുറത്തേക്കാണ് വന്നു എന്നാണ് പറഞ്ഞത്.
ആ യക്ഷന്മാരുടെ ആയുധങ്ങളെയൊക്കെ പറപ്പിച്ചു. ആ ധ്രുവൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെട്ട ബാണങ്ങളൊക്കെ യക്ഷന്മാരുടെയൊക്കെ മർമ്മങ്ങളൊക്കെ പിളർന്നു. കുറേയൊക്കെ പേരെ കോടിയൊഴിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും തലമുറിച്ച് വീണു. എല്ലാം കഴിഞ്ഞു. അപ്പോൾ ശത്രുക്കളെയൊന്നും ആ യുദ്ധക്കളത്തിൽ കാണാതെ വന്നപ്പോൾ എന്നൊരു കാര്യം ചെയ്യുക, ആ അളകാപുരി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ധ്രുവൻ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നില്ല. അപ്പോൾ സാരഥിയോട് പറഞ്ഞു, ഈ മായാവികളാണ് യക്ഷന്മാർ, അത് കാരണം അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ മഴക്കാറുകളൊക്കെ ഉണ്ട് വർഷിക്കാൻ തുടങ്ങി. പറഞ്ഞില്ല, അതാണ് മായാവികൾ, അങ്ങനെയാണ്. അങ്ങോട്ട് മേഘങ്ങളെ കൊണ്ടൊക്കെ കൂടി ഇടിമുഴക്കങ്ങളും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വലിയ പർവ്വതങ്ങളൊക്കെ വന്ന് വീഴാൻ തുടങ്ങി. ഇങ്ങനെ മായ കൊണ്ട് യക്ഷന്മാർ പല ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ ചെയ്തു നോക്കി. ആ മായയെ കടക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല യക്ഷന്മാരുടെ. അത് കണ്ടിട്ട് മുനിമാരൊക്കെ യുദ്ധക്കളത്തിൻ്റെ അടുത്ത് ധ്രുവനോട് പറഞ്ഞു, ഹേ ധ്രുവ, അനുഗ്രഹിക്കാനുണ്ടായത് വിഷ്ണു ഭഗവാൻ നിൻ്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുമാറാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭഗവാന്റെ തിരുനാമങ്ങളെ ശ്രദ്ധയോടെ കൂടിയിട്ട് ഓർമ്മിച്ചോളൂ. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള നിനക്ക് യക്ഷന്മാരുടെ ഈ മായയെ കീഴ്പ്പെടുത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് അവരെ ധ്രുവനെ ആശ്വസിപ്പിച്ചും കൊണ്ട് അവിടുന്ന് യാത്രയായി എന്ന് പറഞ്ഞിട്ടാണ് 10-ാമത്തെ അധ്യായം അവസാനിച്ചത്. 11-ാമത്തെ അധ്യായത്തിൽ ആ ഋഷിമാരിങ്ങനെ ആശീർവാദം കൊടുത്ത് അതൊക്കെ സ്വീകരിച്ചിട്ടുള്ള ധ്രുവൻ ആചമനമൊക്കെ കഴിഞ്ഞ് തൻ്റെ വില്ലിൽ നാരായണാസ്ത്രമാണ് എടുത്തു എന്ന് പറഞ്ഞത്. അത്ര കേമനായിരുന്നു ധ്രുവണ്ടായിരുന്നു. ആ നാരായണാസ്ത്രം എടുത്ത വഴിക്ക് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ യക്ഷന്മാരുടെ മായകളൊക്കെയാണ് മാറി. എന്നിട്ട് അദ്ദേഹം ധ്രുവൻ ആ നാരായണാസ്ത്രം തൊടുത്തുകൊണ്ട് ആ ശത്രുസൈന്യത്തിലേക്ക് പ്രവേശിച്ചു. യക്ഷന്മാരും ആയുധം ധരിച്ചവരൊക്കെ ഉണ്ടല്ലോ, ആ ധ്രുവൻ്റെ നേരെയുണ്ട് പാഞ്ഞു വന്നു. നാരായണാസ്ത്രത്തിന് പ്രത്യേകത ഉണ്ട്. നാരായണാസ്ത്രത്തെ എതിർക്കുകയാണെങ്കിൽ മരണമാണ് നിശ്ചയം. എന്നാലോ അതിനെ നമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അസ്ത്രം ഉപദ്രവിക്കില്ല. എതിർക്കും തോറും നാരായണാസ്ത്രത്തിന് ശക്തി കൂടുക ചെയ്യാം. അങ്ങനെ ഈ നാരായണാസ്ത്രം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ യക്ഷന്മാരുടെ കയ്യും കാലൊക്കെ അറുത്ത് ഒക്കെ കൊന്നു വീഴ്ത്തി. ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെ ധ്രുവൻ കൊല്ലുന്നത് അറിഞ്ഞിട്ട് ധ്രുവൻ്റെ അച്ഛനായ മുത്തശ്ശനായിട്ടുള്ള ഉത്താനപാദൻ്റെ അച്ഛനായിട്ടുള്ള സ്വയംഭൂമനു പെട്ടെന്ന് അവിടെ യുദ്ധക്കളത്തിലേക്ക് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രജാപരിപാലനത്തിനാണ് സ്വയംഭൂമനു ജനിച്ചത്. അപ്പോൾ തൻ്റെ പുത്രൻ അങ്ങനെ ഒരു യക്ഷന്മാരെ വധിക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഹേ കുഞ്ഞെ, മതി, കോപമൊക്കെ ഉപേക്ഷിക്കൂ. ഈ കോപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുകയാണ് സ്വയംഭൂമനു ധ്രുവന് ഉപദേശം കൊടുക്കുകയാണ്. അതാണ് മനുവിൻ്റെ ഉപദേശം എന്ന രീതിയിലാണ് അധ്യായം 11 ഭാഗവതത്തിൽ പറയണത്. ഈ കോപം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നരകത്തിലേക്കുള്ള വഴിയാണ്, പാപസ്വരൂപമാണ്.
ആ കോപത്തിന് അടിമപ്പെട്ടത് കൊണ്ടാണ് നീ നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരൊക്കെ കൊന്നത്. അതുകൊണ്ട് നിൻ്റെ പ്രവൃത്തി നമ്മുടെ കുലത്തിന് തീരെ യോജിക്കാത്തതായിപ്പോയി എന്നാണ് പറഞ്ഞു. ഒരു യക്ഷൻ നിൻ്റെ അനുജനെ കൊന്നതുകൊണ്ടല്ലേ ആ ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് ഇത്രയധികം നിരപരാധികളായിട്ടുള്ള യക്ഷന്മാരെ നീ കൊന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരമാണ് എന്ന് അഭിമാനിച്ച് നീ വെറും മൃഗങ്ങളെ പോലെയാണ് യക്ഷന്മാരെ ഹിംസിച്ചത്. അത് ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. നീയൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉപദേശം. ഭഗവാൻ ശ്രീഹരിയെ സർവാത്മഭാവത്തോടെ അല്ലേ ഹേ ധ്രുവ നീ ആരാധിച്ച് ധ്രുവപദവി നേടിയത്? ഭഗവാന് നീ പ്രിയപ്പെട്ടവനാണ്, ഭക്തന്മാർക്ക് നീ ബഹുമാന്യനാണ്. അങ്ങനെയുള്ള നീ സജ്ജനങ്ങളുടെ സ്വഭാവമായിരിക്കുന്ന ആ സർവഭൂത സമത്വ ദർശനത്തെ ഉപേക്ഷിച്ച് യക്ഷന്മാരെ സംഹരിക്കലാകുന്ന ഈ ക്രൂരപ്രവൃത്തി നീ എങ്ങനെയാണ് ചെയ്തത്? സജ്ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എല്ലാറ്റിലും സർവ്വഭൂതങ്ങൾ സമത്വഭാവം കാണുന്നത്. യക്ഷന്മാരും ഒരു ഭൂതം തന്നെയാണ്, പ്രപഞ്ച സൃഷ്ടിയുടെ ഭൂതങ്ങളാണ്. അപ്പോൾ ആ ഒരു സമത്വ ദർശനത്തെ നീ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് ഈ യക്ഷന്മാരെ സംഹരിച്ചത്? അത് തെറ്റാണ്. എന്നിട്ട് പറയാണ് എന്താണ് ധ്രുവ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മളെക്കാൾ വലിയവരിൽ ക്ഷമ ഉണ്ടാവണം, തുല്യരിൽ മൈത്രി ഉണ്ടാവണം, താഴ്ന്നവരിൽ കാരുണ്യം കാണിക്കണം, എല്ലാ ജീവജാലങ്ങളിലും സമഭാവന ഉണ്ടെങ്കിൽ മാത്രമേ സർവാത്മാവായിട്ടുള്ള ഭഗവാൻ സന്തോഷിക്കുകയുള്ളൂ. അങ്ങനെ ആ പരമാത്മ പുരുഷനായിരിക്കുന്ന ഭഗവാൻ സന്തോഷിച്ചാൽ പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്ന 3 ഗുണങ്ങളിൽ നിന്ന് വിട്ട് ജീവൻ മോക്ഷപ്രാപ്തി പ്രാപിക്കും. അവിടുന്നാണ് നല്ല ഉപദേശങ്ങളാണ് കൊടുത്തത്. ഇതിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹേ ധ്രുവ, ഈ ശരീരം പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരം പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അവർ തമ്മിലുള്ള സംയോഗം കൊണ്ടാണ് സ്ത്രീ പുരുഷ സ്വരൂപേണയുള്ള പ്രജകളുടെ ഉൽപ്പത്തി ഉണ്ടാവുന്നത്. പരമാത്മാവായ ഭഗവാന്റെ മായയാൽ നിർമ്മിതമായിരിക്കുന്ന സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങൾക്കുണ്ടാകുന്ന ആ ക്ഷോഭം കൊണ്ടാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഗുണനായിരിക്കുന്ന ഭഗവാന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക്, അതായത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഒരു നിമിത്തം മാത്രമാണ്. ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സർവേശ്വരനായുള്ള ഭഗവാൻ തൻ്റെ കാലശക്തി കൊണ്ട് ഉണ്ടായിരിക്കുന്ന ത്രിഗുണങ്ങളുടെ പ്രവാഹത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നവനായി
ചെയ്യപ്പെടുന്നതായി തോന്നിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. ആ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ഭഗവാൻ തന്നെ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ പ്രവർത്തനം ആർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഹേ ധ്രുവ, കാലസ്വരൂപനായ ഭഗവാൻ അവസാനമില്ലാത്തവനാണ്, എല്ലാറ്റിലും അവസാനമുണ്ടാക്കുന്നവനുമാണ്. ആദിയില്ലാത്തവനാണ് എങ്കിലും എല്ലാറ്റിനും ആദി കാരണക്കാരനും ഭഗവാൻ തന്നെയാണ്. അവിടുന്ന് ഭഗവാൻ ജനങ്ങളെ കൊണ്ട് തന്നെ ജനിപ്പിക്കുന്നു. അതുപോലെ അന്തകനെ പോലും മൃത്യുവിനെ കൊണ്ട് ഭഗവാൻ തന്നെ സംഹരിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും രാശികളിലും സമനിലയിൽ പ്രവേശിച്ചിരിക്കുന്ന ആ കാലസ്വരൂപനായ വാസുദേവനായിട്ടുള്ള ഭഗവാന് സ്വജനമെന്നോ അന്യനെന്നോ ഉള്ള ആ അസമത്വം ഹേ ധ്രുവ തീരെയില്ല. പ്രാരബ്ധ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന അസ്വതന്ത്രരായിട്ടുള്ള ജീവന്മാർ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ആ കാലസ്വരൂപനായ ഭഗവാനെ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന ജീവന്മാരെല്ലാവരും ഹേ ധ്രുവ അസ്വതന്ത്രന്മാരാണ്. അവർക്ക് ആയുസ്സിൻ്റെയും ആ ആയുസ്സിൻ്റെ വൃദ്ധിയെയും അവസാനത്തെയും വൃദ്ധിക്ഷയങ്ങളില്ലാതെ സർവേശ്വരൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഈശ്വരനെ ചിലർ കർമ്മമെന്ന് പറയാറുണ്ട്, മറ്റു ചിലർ കാമമെന്ന് പറയാറുണ്ട്, കാലം എന്ന് പറയാറുണ്ട്, വേറെ ചിലർ സ്വഭാവം എന്ന് പറയാറുണ്ട്, പിന്നെ ചിലർ ദൈവം എന്ന് പറയാറുണ്ട്. ജഗത്തിന് കാരണമായ ശക്തി മനുഷ്യരുടെ ആഗ്രഹങ്ങളാണെന്നും ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് വ്യക്തമായ സ്വരൂപമില്ലാത്തവനും ഇന്ന രൂപത്തിലെന്ന് കണക്കാക്കാൻ കഴിയാത്തവനും മഹത്തത്വം തുടങ്ങിയിട്ടുള്ള അസംഖ്യം ശക്തികളുടെ ഉറവിടവുമാണ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാന്റെ സങ്കല്പങ്ങളെ ഹേ ധ്രുവ ആർക്കും അറിയാൻ കഴിയില്ല. തനിക്ക് താൻ തന്നെ കാരണമായ ഭഗവാനെ ആർക്കാണ് അറിയാൻ കഴിയുക? കാരണം ഭഗവാൻ തന്നെയാണ് കാരണക്കാരൻ. അതുകൊണ്ട് ഭഗവാനെ ആർക്കും കാണാൻ കഴിയില്ല. ഇത് പറയാണ്, ഹേ ധ്രുവ, കുബേരൻ്റെ അനുയായികളായിട്ടുള്ള യക്ഷന്മാരൊന്നുമല്ല നിൻ്റെ അനുജനെ കൊന്നത്. ഓരോരുത്തരുടെയും ജനന മരണങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മഫലവും ഈശ്വരനുമാണ്. ലോകത്തെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും അവിടുന്നാണ്. എങ്കിലും തീരെ അഹങ്കാരമില്ലാത്തതുകൊണ്ട് ഭഗവാൻ സത്വം രജസ് തമസ് എന്ന ഗുണങ്ങളുടെ കർമ്മങ്ങളോട് ബന്ധപ്പെടുന്നില്ല. ഞാൻ എന്ന ഭാവം ഭഗവാന് തീരെയില്ല.
ഞാനെന്ന ഭാവത്തോടു കൂടി കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ത്രിഗുണങ്ങൾ അവയോട് ബന്ധപ്പെട്ട് ജനന മരണ ദുഃഖങ്ങൾക്ക് കാരണമായി തീരുന്നു. എല്ലാവരുടെയും ആത്മാവാണ് ഭഗവാൻ. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ. ലോകത്തിന് കാരണഭൂതനാണ് ഭഗവാൻ. തൻ്റെ ശക്തിയായ മായയോട് കൂടിച്ചേർന്ന് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതെല്ലാം ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെ പ്രകൃതിയിൽ ശരീരത്തെ അഭിമാനിക്കുന്നവർക്ക് ആ ശരീരത്തിൻ്റെ മൃത്യുസ്വരൂപനായിട്ട് ഇല്ലാതാക്കാനും ഭഗവാനാണ്. അതായത് ശരീരാഭിമാനികൾക്ക് ഭഗവാൻ മൃത്യുസ്വരൂപനാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ മോക്ഷസ്വരൂപനാണ്. പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയീഭൂതനായിരിക്കുന്ന ഭഗവാനെ, ഹേ ധ്രുവ, നീ സർവാത്മന ശരണം പ്രാപിക്കൂ. അതാണ് ഈ അസ്വതന്ത്രരായിട്ടുള്ള ഭഗവാനെ, അതായത് ഈ മൂക്ക് കയറിട്ട കാളകൾ എങ്ങനെയാണോ ഉടമസ്ഥൻ്റെ അധീനത്തിൽ എന്ന പോലെ പ്രജാപതികൾ പോലും അസ്വതന്ത്രരായി ഭഗവാനെ പൂജ കൊണ്ട് സമർപ്പിക്കുന്നു. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും കൺട്രോൾ ചെയ്യുന്നത് അത് ഭഗവാൻ തന്നെയാണ്. നീ 5 വയസ്സ് പ്രായത്തിൽ ചെറിയമ്മയുടെ ദുർവാക്കുകൾ കേട്ട് ഹൃദയം പിളർന്നിട്ടുള്ള നീ അമ്മയെ ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് ആ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഭഗവാനെ ആരാധിച്ച് സന്തോഷിപ്പിച്ച് ത്രൈലോക്യത്തിന് മേലെയുള്ള അത്യുത്കൃഷ്ടമായിട്ടുള്ള ധ്രുവപദ പദവി നേടിയിട്ടുള്ളവനാണ്. ഈ സത്യമല്ലാത്ത, വാസ്തവമല്ലാത്ത ഈ പ്രപഞ്ചം സത്യമായി തോന്നപ്പെടുന്നത് ഈ പരമാത്മാവിലാണ്. ഭഗവാൻ എപ്പോഴും വിദ്വേഷം അകന്ന മനസ്സിൽ മാത്രമേ വിളങ്ങുകയുള്ളൂ. അങ്ങനെ വിളങ്ങുന്നവനും 3 ഗുണങ്ങളോട് ബന്ധമില്ലാത്തവനും അദ്വിതീയനും നാശരഹിതനും നിത്യമുക്തനുമാണ് ആത്മസ്വരൂപേണ നമ്മുടെ എല്ലാം ഉള്ളിൽ വിളങ്ങുന്ന പരമാത്മചൈതന്യമായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെ കാണണമെങ്കിൽ അന്തർമുഖമായി തീർന്ന മനസ്സുകൊണ്ട്, ഹേ ധ്രുവ, തന്നിൽ തന്നെ നിന്നിൽ തന്നെ അന്വേഷിക്കണം. ഭഗവാനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. ശുദ്ധമായ മനസ്സിനെ അന്തർമുഖമായി തീർന്ന ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനെ നീ അന്വേഷിക്കൂ. അങ്ങനെ എല്ലാവരുടെയും ഉള്ളിൽ വിളങ്ങുന്നവനും അവസാനമില്ലാത്തവനും ആനന്ദസ്വരൂപനും സകലവിധ ശക്തികളോട് കൂടിയവനുമായ ഭഗവാനിൽ ഭക്തി വളർത്താൻ കഴിഞ്ഞാൽ നിനക്ക് സാവധാനത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ തോന്നലിന് കാരണമായിട്ടുള്ള അവിദ്യയാകുന്ന മായയെ നശിപ്പിക്കാൻ കഴിയും. അതിനുവേണ്ടി ഭക്തി കൊണ്ട് മാത്രമേ സത്വഗുണം വളരുള്ളൂ. സത്വഗുണം വളർന്നാൽ ആ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യാസ്വരൂപം നശിച്ചു പോകും. അതുകൊണ്ട് മനസ്സിനെ അന്തർമുഖമാക്കി തീർത്ത് ഭഗവാനെ പ്രാപിക്കുക. മനസ്സിനെ അന്തർമുഖമാക്കി തീർക്കാനുള്ള വലിയ തടസ്സമാണ് കോപം. ഹേ ധ്രുവ, ആ കോപത്തെ നിശ്ശേഷമടക്കൂ. നിനക്ക് മംഗളമുണ്ടാവട്ടെ. ആ പരബ്രഹ്മതത്വത്തെ വിചാരം ചെയ്തുകൊണ്ട് കോപത്തെ നശിപ്പിക്കണം.
അതിന് തത്വവിചാരം ആവശ്യമാണ്. ആത്മാവായ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്ന് ബോധിച്ചാൽ ഹേ ധ്രുവ, പിന്നെ ആരോടാണ് കോപിക്കുന്നത്? തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഉള്ളിലും ഈശ്വരൻ തന്നെയാണ്, എന്നിലും ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ കോപത്തിന് എവിടെയാണ് ധ്രുവാസ്ഥാനം? എന്നാൽ കോപിഷ്ഠനെ, കോപിച്ചിരിക്കുന്നവനെ എല്ലാവരും ഭയപ്പെടും. അതുകൊണ്ട് ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന, ഭഗവത് പ്രാപ്തി ആഗ്രഹിക്കുന്ന വിവേകിയായിട്ടുള്ളവൻ മറ്റുള്ളവർക്ക് ഭയമുണ്ടാക്കുന്ന ക്രോധത്തിന് ഒരിക്കലും അടിമപ്പെട്ടു പോവരുത് എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ്. പിന്നെ പറയുകയാണ്, ഹേ ധ്രുവ, യക്ഷന്മാരുടെ രാജാവായിട്ടുള്ള കുബേരൻ പരമേശ്വരൻ്റെ ഭക്തനാണ്. അദ്ദേഹം യക്ഷന്മാരുടെ രാജാവാണ്. ആ കുബേരൻ്റെ അനുയായികളായ യക്ഷന്മാരെയാണ് നീ യുദ്ധത്തിൽ കൊന്നത്. അത് അദ്ദേഹത്തെ അപമാനിക്കലാണ്. കുബേരൻ കോപിച്ചാൽ നിൻ്റെ വംശം തന്നെ നശിക്കും. അതുകൊണ്ട് യുദ്ധം നിർത്തൂ, കുബേരനെ നമസ്കരിച്ച് നല്ല വാക്കുകളെ കൊണ്ട് ക്ഷമാപണം ചെയ്തുകൊണ്ട് സന്തോഷിപ്പിക്കൂ. ഇങ്ങനെ സ്വയംഭൂമനു തൻ്റെ പുത്രൻ്റെ പുത്രനായിട്ടുള്ള ധ്രുവനെ ഉപദേശിച്ചു. മുത്തശ്ശൻ പറഞ്ഞ ആ ഉപദേശം അംഗീകരിച്ചുകൊണ്ട് ധ്രുവൻ സ്വയംഭൂമനുവിനെ നമസ്കരിച്ചു. മഹർഷിമാരൊന്നിച്ച് സ്വയംഭൂമനു തിരിച്ച് തപോവനത്തിലേക്ക് യാത്രയായി. ആ മുത്തച്ഛൻ്റെ ഉപദേശത്തെ മാനിച്ചും കൊണ്ട് ധ്രുവൻ കോപമുപേക്ഷിച്ചു, യുദ്ധം നിർത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് 11-ാമത്തെ അധ്യായം അവസാനിച്ചത്. ഇങ്ങനെ ചില ഉപദേശങ്ങളൊക്കെയാണ് ഈ ഭാഗവതത്തിൻ്റെ അന്തസത്തയെ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. സ്വയംഭൂമനുവിൻ്റെയും ധ്രുവൻ്റെയും ഈ സംവാദം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംവാദമാണ്. സ്വയംഭൂമനുവിൻ്റെ ഉപദേശമാണ്. എന്താണ് ഭഗവാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഭാഗവതത്തിൽ കുറേ ഒളിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ ഉണ്ട്. അതിനെയെല്ലാം പുറത്തു കൊണ്ടുവരാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പരിശ്രമിച്ചത്. എന്തായാലും ഇന്ന് തൽക്കാലം നിർത്താം. നാളെ 12-ാമത്തെ അധ്യായം, അത് ധ്രുവൻ്റെ ആ ധ്രുവപദവിയിലേക്കുള്ള ആ അവരോഹണത്തെ പറ്റിയിട്ടുള്ളതാണ് പറയണത്. അത് നമുക്ക് നാളെ പറയാം. തൽക്കാലം നിർത്തട്ടെ. ഹരേ നാരായണ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.